ചെന്നൈയിൽ ഒരു മലയാളിയുടെ ഒരു പ്രീമിയം കാർ ഡീലർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. എങ്കിൽ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ഇറ്റ്സ് ഓൺ ബൈ നൺ അതർ ദാൻ നമ്മുടെ എല്ലാമായ സഞ്ജയ് ബ്രോ. പുള്ളിയുടെ ഷോപ്പിന്റെ പേരാണ് സിറ്റഡൽ ഡ്രൈവ്. ബ്രോ ഒരു രക്ഷയില്ലാത്ത കാർ കളക്ഷൻ ആണല്ലോ. എപ്പോ തുടങ്ങിയതായി പരിപാടി? 2012 ഓജിയാണ്. അയ്യോ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടത്. ഇവിടെ ഒരു ഹമ്മർ H2 കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു G55 ആണെന്ന് തോന്നുന്നില്ലേ? ഇത് 63 അല്ലല്ലോ, 55 അല്ല. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ബ്രോ വിറ്റതിൽ ഏറ്റവും എക്സ്പെൻസീവ് കാർ ഏതാണ്? ഗോസ്റ്റോ. ബ്രോ സെലിബ്രിറ്റീസിനൊക്കെ കാർ വിട്ടിട്ടുണ്ട്? പിന്നെ ആർക്കൊക്കെ ഉണ്ട്? ഒത്തിരി പേർക്ക്. എല്ലാവരുടെയും വണ്ടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആരുടെയൊക്കെ? വിജയുടെ കേട്ടുണ്ട്, അജിത്ത്, സിംബു. വിജയുടെ ഇത് വണ്ടി? വിജയുടെ മസ്റ്റാങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ മോട്ടോറിയത്തിന്റെ കയ്യിൽ പോയത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം എന്റെ റിച്ച് കിഡ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞ വീഡിയോ എടുത്തപ്പോ അതിനകത്തൊരു ഹുറക്കാനും ഉണ്ടായിരുന്നു, ഒരു മസ്താങ് ഉണ്ടായിരുന്നു. ആ മസ്താങ് ആക്ച്വലി നമ്മുടെ വിജയുടെ ഞാൻ കൊടുത്തോണ്ട് എല്ലാം നിങ്ങൾ തന്നെയാണല്ലേ. തമിഴ്നാട് ഓൾ ഇൻ ഓൾ ആണ് പ്രീമിയം കാർസിനകത്ത്. അപ്പോൾ നമുക്ക് ഈ ബാക്കി കിടക്കുന്ന വണ്ടി അനുസരിച്ചിട്ട് തന്നെ തുടങ്ങാം. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ BMW XHM. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ വണ്ടിയുടെ പ്രീവിയസ് ഓണറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലെജൻഡ് സരവണൻ. മറ്റേ പുതിയതായിട്ടൊരു സിനിമ ഇറക്കിയല്ലോ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ ഞാൻ സിനിമ ഇരുന്ന് കണ്ടുപോകും. അയ്യോ ഓ ഇനിയും ഉണ്ടോ? എനിക്കൊന്ന് പുള്ളിയുടെ പാഷനാണെന്ന് തോന്നുന്നല്ലേ. ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂംകാസി പോയപ്പോ അവരുടെ അടുത്ത് പറഞ്ഞു പുള്ളിയുടെ കാർ കളക്ഷൻ ഒരു രക്ഷയിലാണ്. പുള്ളിയിൽ മറ്റേ റെവൽട്ടോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. സോ ഇപ്പൊ കാർ ക്രീസിന്റെ മുകളിൽ ഇപ്പൊ സിനിമ ക്രീസും കൂടെ വന്നു തോന്നുന്നില്ല പുള്ളിക്ക്. അപ്പൊ ഈ വണ്ടിക്ക് എത്ര ബ്രോ ചോദിക്കുന്നത്? 85. ഏത് ഇയർ ഇത്? 25,000 ഓടിയിട്ടുള്ളൂ. നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ? അപ്പൊ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ XHM സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാ? -2 ഒക്കെ ആണെന്ന് ഞാൻ കേട്ടു. ഭയങ്കര എണ്ണ കൂടി കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ബ്രോനെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എന്റെ കോൾ സ്റ്റാർട്ട് എങ്ങനെയാന്ന് നോക്കാം. കൊള്ളാലോ സാധനം. ഏത് ഇയർ ഇത്? 2016. അടിപൊളി. 3 ലിറ്ററിൽ അതിലേ പോയി. ബ്രോയുടെ ഫേവറേറ്റ് കാർ ഏതാ ഇതിനകത്ത്? ജി വാഗൻ. ഇത് ഏത് ഇയറാ? സിംഗിൾ ഓണർ 56,000. ഓക്കെ. പിന്നെ ജി വാഗൻ അറിയാം. ഭയങ്കര പാടാ ഇവിടെ. ഇത് ഏത് രജിസ്ട്രേഷനാ? ഈ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ട് വണ്ടിയുടെ പ്രൈസ് മാറുമോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അതുപോലെ തന്നെ. സോ നിങ്ങളുടെ കയ്യിൽ 85 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാം ഈ ജി വാഗൻ. ഹൈ എന്താല്ലേ G63യുടെ G ക്ലാസ് ഇൻ ജനറലിന്റെ ബെസ്റ്റ് ഭാഗത്തും ഇതിന്റെ ഈ ഡോർ തന്നെ ആയിരിക്കില്ലേ? ഡോർ ഇങ്ങനെ നാട്ടിലെ ഡോറിലൊക്കെ റോഡിലൊക്കെ അടിപൊളിയായിരിക്കില്ലേ? പുതിയ ജി വാഗനൊക്കെ എന്താ പറയുക ഇത്രയും റേറ്റ്? 5 കോടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. 6 കോടി കോടിക്കൊന്നും വിലയില്ലേ? അതിന് ഒരു വണ്ടിയുടെ ക്ലോക്ക് മാത്രം 1.5 കോടി രൂപ കണ്ടേ ഒരു വണ്ടി ഞാൻ കണ്ടതല്ലേ? ക്ലോക്ക് മാത്രം. ബ്രോ എന്തായാലും ഇവിടെ ഇപ്പൊ ഇല്ലാത്ത വണ്ടികളാ ഇതൊക്കെ? ഇവിടെ ഇല്ലാത്ത റോൾസ് ഗോസ്റ്റ് എടുപ്പുണ്ട്. പിന്നെ R8 V10 പ്ലസ് ഉണ്ട്. R8 V10 ആണ്. മോഡല്. അതിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? അത് 135. V10 പ്ലസ്. ഷാർക്ക് എഡിഷൻ ഇല്ല ലാസ്റ്റ് ഒന്ന്. അപ്പൊ നിങ്ങൾ കൊള്ളാലോ. അങ്ങനെ പല വണ്ടികളുണ്ടല്ലേ? കുറെ വന്നിട്ടുണ്ട്. റയർ കാർ കുറെ വന്നു. FJ ക്രൂസർ ഉണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പുതിയ ഹമ്മർ EV ഇറങ്ങിയിട്ട് ഇപ്പൊ അതിന്റെ ഹൈപ്പ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും രാജാവായിട്ട് എന്നും നിൽക്കുന്നത് ഈ ഒരു ഐറ്റം തന്നെ ആയിരിക്കും. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ ഹമ്മർ H2. എന്റെ ഫ്രണ്ടിലായാലും ഇവിടെ H3 ഉണ്ടായിരുന്നു. H3 ഇവിടെ അത് GH രജിസ്ട്രേഷൻ. അത് ലക്ഷ്മി മിട്ടൽ മൈദിന്റെ കയ്യില്. ലക്ഷ്മി മിട്ടലിന്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ വാങ്ങിച്ചത്. ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. UK ഇമ്പോർട്ടാ. അത് രക്ഷയില്ല. ഓ H2ന്റെ സൈസ് H3 വെച്ച് നോക്കുമ്പോ ഒന്നുമല്ല. എന്തുവാണ് ഇതിന്റെ ഇന്റീരിയർ ഇങ്ങനെ? ഇതെന്ത് കാർബൺ ഫൈബറോ? ഷടാ. ഇതിനെത്ര? 385. അവിടെ ഈ വണ്ടി പീനട്സ് ആർക്കും വേണ്ട. പക്ഷെ പാർട്സ് ഭയങ്കര കോസ്റ്റ്ലി. അതുകൊണ്ടാ വിലയും കുറവ്. ഹാൻഡിലിന് മാത്രം. അതെങ്ങനെ ബ്രോ? ഇവിടുന്ന് തന്നെ സോഴ്സ് ചെയ്താണോ? ദുബായിന്ന് കൊണ്ടുവന്നേ. ദുബായിന്ന് കൊണ്ടുവന്നേ.
സീൻ സാധനം തന്നെ. ഇതിന്റെ മെയിൻ സംഭവം ഇതിന്റെ ഈ സൈസ് തന്നെയാണ്. ഡി എന്ത് രജിസ്ട്രേഷനാ? ഗുജറാത്തിനടുത്തുള്ള ഐലൻഡ് ആണ് നമ്മുടെ പോണ്ടിച്ചേരി പോലെ. പോണ്ടിച്ചേരി പോലെ അല്ലാതെ ഇവിടെ ഒരു ഈ 220 ഈ 350 കൂപ്പ് ഇതിനൊക്കെ എത്ര രൂപ വരും? 20 lakhs. പക്ഷെ ഇങ്ങനത്തെ വണ്ടികളുടെ ഒക്കെ മെയിൻ പ്രോബ്ലം മെയിൻ്റെനൻസ് ആണ്. വലിയ മെയിൻ്റെനൻസ് വരുന്നില്ല. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, വൈ ഡിഡ് യു ചൂസ് ചെന്നൈ ടു സ്റ്റാർട്ട് യുവർ ബിസിനസ്? ഞാൻ ചെന്നൈ സെറ്റിൽഡ് 10-18 വർഷമായി ഇവിടെ. എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ചാടി കയറിയത്? വണ്ടി വിൽപ്പന പാഷൻ വെച്ചിട്ട് ഒരു വലിയൊരു ബിസിനസ് ആയിരുന്നു. അതെ. ഇവിടെ ഇപ്പൊ ചെന്നൈയിൽ മലയാളി യൂസ് കച്ചവടമുള്ള എനിക്ക് മാത്രമേ ഉള്ളൂ. ബ്രോന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ ചെന്നപ്പോ എല്ലാം തമിഴ് ആൾക്കാരാണ്. ഞാൻ ബൂം കാസിലേ പോയുള്ളൂ, അത് വേറെ സംഭവം. പിന്നെ എന്ത് കമ്പനിയുടെ പേര് എന്താ? സിറ്റഡിൽ ഡ്രൈവ് എന്നിട്ട് എന്നുവെച്ചാ ഷെൽട്ടർ. വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇവിടെ ഒരു പോഷിന്റെ ഇത് കിടക്കുന്നുണ്ട്. പെൻമേരക്കൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? 40 lakhs. പനമേര പോർഷെ പനമേര വെരി നൈസ്. വൈറ്റ് ഓൺ വൈറ്റ് അല്ലേ? വൈറ്റ് ഓൺ വൈറ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതറിയില്ലേ, ഇവിടെയും കപ്പ് ഹോൾഡർ ഇവിടെയും കപ്പ് ഹോൾഡർ. ഹിഡൻ ആയിട്ട് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഈ വണ്ടീനകത്ത്. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ടു സേ ദ ലീസ്റ്റ്. അതെന്തായാലും കൊള്ളാട്ടോ. അപ്പൊ ഇനി ഫ്യൂച്ചറിൽ ബ്രോ ഇനി എടുക്കാതിരിക്കുന്ന വണ്ടികൾ ഏതൊക്കെ? വരും. റെയർ സാധനം ആർക്കെങ്കിലും ആണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എടുക്കാം. ഇപ്പൊ സൂപ്പർ ആണെങ്കിൽ ഒരെണ്ണമുണ്ട് സ്റ്റോക്ക്. ഏത് മാർക്ക് 4? അതെ. ചുമ്മാ ഉണ്ട്. എത്ര വരുന്ന മാർക്ക് 4 സൂപ്പർ? ഭയങ്കര പൈസ. 1 CR മേളിൽ വരും. 1 CR മേളിൽ വരും. ഓ, 2000 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓട്ടോമാറ്റിക്കോ മാനുവലോ? മാനുവൽ. അത് എക്സ്ട്രാ ഫിറ്റിംഗ് മാത്രം ഒരു 40,000 രൂപയ്ക്കുണ്ട്. ടർബോ ആണോ? അതെ. നോട്ട് ബാഡ്. സോ ഗൈസ്, സുപ്ര തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മച്ചാനെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞു ഏതൊക്കെ സെലിബ്രിറ്റീസിന് വണ്ടി വിട്ടിട്ടുണ്ടെങ്കിലും? ഞാൻ വിറ്റതല്ല, കൂടുതലും വാങ്ങിച്ചതാ. ചിമ്പുണ്ട്, അജിത്തിന്റെ കയ്യിൽ നിന്ന് ഇത് വണ്ടിയാ? പഴയ ഓഡി പുള്ളിയുടെ കയ്യിൽ തന്നെയാണോ ഡയറക്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുക അതോ? സംസാരിച്ചിട്ടുണ്ട്, മാനേജേഴ്സ് ആയിരിക്കും കൂടുതലാണ്. അപ്പൊ എനിവേ നമുക്കിനി നമ്മുടെ ഹമ്മറിനകത്ത് ഒരു ഡ്രൈവ് പോയാലോ? എന്താല്ലേ, ചെന്നൈയിൽ ഇപ്പൊ ഒരു ഹമ്മർ H2-നകത്ത് നമ്മൾ ഡ്രൈവ് പോകാൻ വേണ്ടി നിൽക്കാണ്. ഒരു രക്ഷയില്ല. പക്ക ഒരു ആറ്റം ടാങ്ക് പോലത്തെ ഒരു സാധനം അല്ലേ? ഒരാനക്കുട്ടി സീൻ തന്നെ. അപ്പൊ എനിവേ നമുക്ക് ഈ വണ്ടിനകത്ത് ഒരു ഡ്രൈവ് ഇടാം. സ്വിഫ്റ്റിനെ ഒന്നും കാണാനില്ലല്ലേ? സ്വിഫ്റ്റിനൊക്കെ കൊന്നിട്ട് കയറി പോകുന്നുള്ള രീതിയിലിരിക്കുക. നല്ല ക്രൗഡ് അറ്റൻഷൻ ഉണ്ടല്ലേ വണ്ടിക്ക്. ഇതിങ്ങനെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഇതേപോലത്തെ ഒരു വണ്ടി കൊടുത്തായിരുന്നു H2. അത് അത്യാവശ്യം മാക്സിമം ഞാൻ ഓടിച്ച് കൊതിയെടുത്തിട്ടാ കൊടുത്തത്. ഇതെങ്ങനെയാണ്? ഭയങ്കര രസമാണ് ഇത് ഓടിക്കുക ഇവിടെ ഇന്ത്യൻ റോഡ്സിൽ ഓക്കെയാ. പക്ഷെ മെയിൻ ആയിട്ട് നോക്കിയാലോ, സിഗ്നലിൽ ഇരിക്കുമ്പോ നാട്ടുകാർ മൊത്തം നോക്കും. നല്ല ക്രൗഡ്. ഏത് വണ്ടി റോൾസ് റോയ്സ് കൊണ്ട് അടുത്ത് നിർത്തിയാലും ആൾക്കാർ ഇതിലോട്ടേ നോക്കത്തുള്ളൂ. ക്രൗഡ് അറ്റൻഷനിലേക്ക് ആ വണ്ടിയൊക്കെ നമുക്ക് ഇത്തിരി പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. പെട്ടെന്ന് മാർക്കോ ആയ ഒരു ഫീലിംഗ്. ഡിഫൻഡർ ഒക്കെ എന്തല്ലേ. അപ്പൊ ഇനി ഉള്ള ബ്രോഡ് ഹിസ്റ്ററിനകത്ത് ബ്രോ ആദ്യമായിട്ട് വിറ്റ കാർ ഏതാ? ആദ്യമായിട്ട് വിറ്റ വണ്ടി ഹ്യുണ്ടായിയുടെ ഗെറ്റ്സ്. അതിന്ന് തുടങ്ങി പിന്നെ റോൾസ് റോയ്സ്, മോഡി R8. റോൾസ് റോയ്സ് ഒരു 10 വണ്ടി കൊടുത്തിട്ടുണ്ട്. 10 എണ്ണോ? അതെ. ഈ വിജയുടെ ഒക്കെ റോൾസ് റോയ്സ് നിങ്ങൾ കൊടുത്താ? വിജയുടെ ഞാനല്ല, വിജയുടെ വേറെ വണ്ടികളാണ്. X6, A8 അല്ല, X6 7 സീരീസ്, മസ്റ്റാങ് നിങ്ങളാണ് കൊടുത്തത്. അതെ. ഇപ്പൊ പുള്ളിയുടെ അതിലും അങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ലല്ലേ? സ്പോർട്സ് കാർ എടുത്ത് ലെക്സസിന്റെ എല്ലാം ഉള്ളു. നിങ്ങൾക്കെന്താ തോന്നുന്നു പുള്ളി CM ആവും? CM ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച എല്ലാ തമിഴരും എന്റെ അടുത്ത് എന്താ പറഞ്ഞറിയാം, ഇത്തവണ എന്തായാലും പൊട്ടും, പക്ഷെ 2030 അതില് കിട്ടും. ഫസ്റ്റ് ഈ പ്രാവശ്യം ജയിക്കും, ഒരു 50% ജയിക്കും. പക്ഷെ അതിന്റെ അടുത്ത ഇലക്ഷനിൽ എന്തായാലും CM ആവും. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നിങ്ങൾ വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പക്ഷെ ബ്രോ, ഇത് മാര് കയറ്റം തന്നെ കേട്ടോ. താങ്ക്സ് എ ലോട്ട്. സത്യം പറഞ്ഞ ഈ വണ്ടി ഏതാന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ലിജിറ്റ് ആ ഡ്രൈവറിന്റെ തലയില്ല, മുടി മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. നിർത്തി തരും വണ്ടി. പേടിച്ചിട്ടാണോ ബഹുമാനത്തോണ്ടാണോ എന്ന് മാത്രം അറിയില്ല. ഇതൊക്കെ കണ്ട മാറി ഓടിപ്പോവാന്ന് ആൾക്കാര്. ഈ സാധനം തന്നെ.
ഞാൻ ഇന്നലെ H3 ഇരുന്നപ്പോ എനിക്ക് ഇത്രക്ക് ഇത് തോന്നിയിട്ടില്ല. ഇത് വെച്ചോക്കുന്നത് ഈസിയാ, കുട്ടി വണ്ടിയാ. മാർഗമായിട്ടോ എടുക്കുകയാണെങ്കിൽ ഈ സാധനം തന്നെ എടുക്കണം. എനിക്ക് ഈ വണ്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ H3-നേക്കാളും കൂടുതൽ എന്റെ ഇന്റീരിയർ ആട്ടോ. ഐ മീൻ ലിറ്റർ ഒരു കൗച്ചിനകത്ത് ഇരിക്കുന്ന പോലെ. മേളൊക്കെ കണ്ട ക്ലബിനകത്തൊക്കെ ഉള്ള ഒരു സീറ്റ്സ് ഇല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷല. സോ എനിവേ നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിനെ പറ്റി തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്ത് പറയാം. ആൻഡ് എനിവേ നിങ്ങൾക്ക് ചെന്നൈന്ന് വല്ല വണ്ടിയോ വല്ല പരിപാടിയോ വല്ല വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സഞ്ജയ് ബ്രോനെ കോൺടാക്ട് ചെയ്താൽ മതി. സിറ്റഡൽ ഡ്രൈവിനകത്ത് നേരെ വന്നാൽ മതി. സോ എനിവേ ഗൈസ് ഓൺ ദാറ്റ് നോട്ട് അതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. യൂസ് ഷോട്ട് സഞ്ജയ് ബ്രോ ആസ് വെൽ. ഞാൻ തന്നെ സഞ്ജയ് ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമും പരിപാടിയെല്ലാം ഞാൻ താഴെ ഇടാം. സോ എനിവേ ഓൺ ദാറ്റ് നോട്ട് ദാറ്റ്സ് എ റാപ്പ്. ഇറ്റ്സ് എ സൈനിങ് ഓഫ്.